ഹായ് ഡിയേഴ്സ്, ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഹീൽ ഓവർ ഓഫ് ദി ഏജ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ഹീലിംഗ് തരുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ ഇതിനോടകം തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ ഒരു വ്യക്തി തന്നെ വന്ന് നിങ്ങളെ ഒരുപാട് സമാധാനിപ്പിക്കുന്നതായിരിക്കാം, ആശ്വസിപ്പിക്കുന്നതായിരിക്കാം. ആ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ ജേണൽ എഴുതിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അത് പ്രണയമാകാം, ജോബാവാം, കരിയറാവാം, എന്തും ആകാം. അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ജേണൽ എഴുതിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും 555, 333, 1111 മെത്തേഡ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും. നിങ്ങൾക്ക് ഉടനെ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്തു, അതിനുശേഷം അത് ലെറ്റ് ഗോ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്കത് നടക്കും. ആ ഒരു ഡിവൈൻ ടൈമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് എന്നൊരു മെസ്സേജും കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രവേശന പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ വിജയമുണ്ടാകും. അതുമാതിരി തന്നെ ഇൻ്റർവ്യൂ കൊടുത്ത് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂൾ കോളേജിലുണ്ടാകുന്ന തിരഞ്ഞെടുപ്പായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വിജയമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയത്തിൽ ഒരു കെയറിങ് ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നില്ല, ആ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങളൊരു റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൽ എന്തെങ്കിലും കലർപ്പുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് കലർപ്പില്ലാത്തൊരു സ്നേഹമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി തരും. ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങളിലേക്ക് എടുത്ത് കാണിക്കും, എനിക്ക് നിൻ്റെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ സാധിക്കും. അതാണ് നെക്സ്റ്റ് മന്ത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ അകന്നു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഈ ഒരു വ്യക്തി വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പ്രണയത്തിൽ മാത്രമല്ല, നിങ്ങൾ കാത്തിരിക്കുന്ന ഏതൊരു കാര്യവും, അത് വീടാകാം, നല്ലൊരു ജോലിയാകാം, എന്തും നിങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് മന്ത് നിങ്ങൾ